വേനൽ ചൂട് ദേവികുളം താലൂക്കിലെ ടൂറിസത്തെയും കാർഷിക മേഖലയെയും പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ജലസ്രോതസ്സുകൾ വരണ്ടതോടെ ഏലം കൃഷിക്കടക്കം വേണ്ടവിധം നനവെത്തിക്കാൻ കഴിയാത്തത് കർഷകരെയും പ്രതിസന്ധിയിലാഴ്ത്തുന്നു. ഒപ്പം തന്നെ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന മൂന്നാർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഈ കടുത്ത ചൂട് മൂലം സന്ദർശകർ എത്താത്ത ഒരു സാഹചര്യവുമുണ്ട്. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയ ഇടങ്ങളിൽ ഒന്നുകൂടിയാണ് മൂന്നാർ. ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷം ഏറെ ആശങ്കയിൽ തന്നെയാണ് ആളുകളും. ഇനി ഉടുമ്പൻചോലയിലെ ഒരു ചിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഉടുമ്പൻചോലയിൽ തോട്ടം കാർഷിക മേഖലയിൽ ഉൾപ്പെടെ വേനലിന്റെ കെടുതികൾ അനുഭവപ്പെട്ടു തുടങ്ങി. തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന മേഖലകളിലാണ് കഠിനമായ ചൂട് അനുഭവപ്പെടുന്നത്. താലൂക്കിൽ മിക്കയിടങ്ങളിലും കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. വേനൽ കടുത്തതോടെ വിനോദസഞ്ചാരികളുടെ വരവിലും ഗണ്യമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഉടുമ്പൻചോലയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി എ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഷിബിൻ, ഈ വേനൽ ചൂട് വളരെ വലിയ പ്രതിസന്ധിയാണ് ഉടുമ്പൻചോല താലൂക്കിലും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഏലക്കയുടെ ഏതാണ്ട് 68% ഏലക്ക ഉൽപ്പാദിപ്പിക്കുന്നത് ഉടുമ്പൻചോല താലൂക്കിൽ നിന്ന് മാത്രമാണ്. ഈ വേനലിന്റെ തുടക്കത്തിൽ തന്നെ ഏറ്റവും അധികം വേനൽ ബാധിച്ചിട്ടുള്ളത് ഈ ഏലത്തോട്ടം മേഖലയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഈ കിണറുകളിൽ നിന്നും ഏലത്തോട്ടത്തിന് നടുവിലുള്ള കുളത്തിൽ നിന്നും മറ്റ് ജലാശയങ്ങളിൽ നിന്നുമൊക്കെയാണ് ഇവിടെ നനയ്ക്കൽ ഉൾപ്പെടെയുള്ള ജോലികൾ ഏലത്തോട്ടങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ജോലികളെല്ലാം തന്നെ ഇപ്പോഴും മുടങ്ങുന്ന സ്ഥിതിയാണ്. വേനലിനെയും കടുക്കുകയാണെങ്കിൽ, അതായത് മെയ് മാസം ഏപ്രിൽ ഏതാണ്ട് പകുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ. മെയ് മാസം ആകുമ്പോഴത്തേക്ക് അത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ തന്നെയാണ് കർഷകർ പങ്കുവയ്ക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ തോട്ടം തൊഴിലാളികൾ, ഏലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളൊക്കെ വളരെ വലിയ രീതിയിൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചൂട് സഹിച്ചുകൊണ്ടാണ് അവർ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ തൊഴിലാളികളും പറയുന്നത്. അതുപോലെ തന്നെ താലൂക്കിന്റെ വിവിധ പഞ്ചായത്തുകളിൽ ജലക്ഷാമവും രൂക്ഷമായിട്ടുണ്ട്. ജലക്ഷാമം അതിരൂക്ഷമാണെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ വാഹനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വെള്ളം എത്തിച്ചു നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി പഞ്ചായത്തുകളോട് ആവശ്യപ്പെട്ടിരുന്നു. മിക്ക പഞ്ചായത്തുകളിലും ഈ ജോലികൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാ മേഖലകളിലും വാഹനങ്ങൾ എത്താത്ത ഒരു സാഹചര്യവുമുണ്ട്. ഇത്തരം മേഖലകളിലൊക്കെ തന്നെ ആളുകൾ സ്വയമേ വെള്ളം വിലക്ക് വാങ്ങി ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. മിക്ക കിണറുകളിലും അല്ലെങ്കിൽ ജലാശയങ്ങളും ഒക്കെ തന്നെ വറ്റി വരേണ്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. കല്ലാർ, ഇരട്ടയാർ ഡാമുകളാണ്. ഈ ഡാമുകളെല്ലാം തന്നെ വറ്റിയ ഒരു അവസ്ഥയിലാണ്. ഇരട്ടയാർ ഡാമിലാണ് അല്പമെങ്കിലും ജലം ഇനി അവശേഷിക്കുന്നത്. കല്ലാർ ഡാം ഏതാണ്ട് പൂർണ്ണമായും വറ്റി വരണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളെല്ലാം തന്നെ ദുർബലമായി കഴിഞ്ഞു. വെള്ളച്ചാട്ടങ്ങൾ ഇല്ലാതായി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രം, ഇത് സീസണാണ്. അവധി പരീക്ഷയെല്ലാം കഴിഞ്ഞ് വലിയ അവധിയുടെ സമയമാണ്. വിവിധ ദേശങ്ങളിൽ നിന്നും സഞ്ചാരികൾ മേഖലയിലേക്ക്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ ഈ ചൂടിന്റെ ആധിക്യം സഞ്ചാരികളുടെ വരവിനെ ഗണ്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകളൊക്കെ തന്നെ നമ്മൾ നോക്കിയാൽ. അതുപോലെ തന്നെ വഴിയോര കച്ചവടക്കാർ, തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ എല്ലാവരും തന്നെ ഇതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട്, വേനലിൻ്റെ ഒരു ചൂടിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇടസമയങ്ങളിലൊക്കെ തന്നെ കറണ്ട് മിന്നൽ പണിമുടക്ക് നടത്തുന്നതും വലിയ പ്രതിസന്ധി ആയിട്ടുണ്ട്. ഈ തോട്ടമേഖലയിൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ വോൾട്ടേജിൻ്റെ ഒരു ക്ഷാമമൊക്കെ ഈ തോട്ടം നനയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പണികൾക്ക് പ്രതിസന്ധിയാകുന്നുണ്ട് എന്നൊക്കെയാണ് നാട്ടുകാരും അതുപോലെ തന്നെ കർഷകരും കർഷക തൊഴിലാളികളും ഒക്കെ തന്നെ പറയുന്നത്. ഉടുമ്പൻചോലയിലും വേനലിന്റെ ദുരിതത്തിന് യാതൊരുവിധ മാറ്റവുമില്ലെന്ന് തന്നെ നമുക്ക് പറയാം. ഷിബിൻ.